കാർണേഷൻ. ഹലോ, ഐ എം ജയന്തി രമേശ്. യെസ് മാം. ഇപ്പോഴെത്തും മാം. ട്രാഫിക്കിൽ പെട്ടതിന്റെ ഡിലേ ആയിരിക്കും. ആ ഡ്രൈവറിന്റെ നമ്പറും തരുമോ? ഡ്രൈവറുടെ നമ്പർ 99610 99466. നമ്പർ ഞാൻ ടെക്സ്റ്റ് ചെയ്യാം മാം. സോറി മാഡം, ഞാൻ കുറച്ച് ലേറ്റായി പോയി. ആ കം കം. വണ്ടി പുറകിലോട്ട് മാറ്റിയിടേ. ആര്? ബാക്കിലോട്ട് മാറ്റിയിടോ. ബേക്കിലോ? இதெல்லாம் நடக்குமா? ലെറ്റ്സ് സീ സർ. அப்போ சரி, നൈസ് മീറ്റിംഗ് യു. ഓക്കെ സർ. താങ്ക് യു. ഏതോ VIP ആ മാഡം. വേഷം കണ്ടിട്ട് ഡൽഹിയിൽ നിന്നാ തോന്നുന്നു. ഒന്ന് ഓഫ് ചെയ്യ് പ്ലീസ്. സോറി. ഓക്കെ മാഡം. ലേറ്റ് ആവുമെന്നുള്ള ടെൻഷനിൽ വിട്ടു വന്നായിരുന്നു മാഡം. പോവേണ്ട സ്ഥലം ഏതാണെന്ന് ഓഫീസിൽ ചോദിക്കാനും പറ്റില്ല. പിന്നെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ കസ്റ്റമർ പറയുമെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകണ്ടെന്ന് പറഞ്ഞാൽ കാക്കനാട്. കാക്കനാട്. കളമശ്ശേരി നിന്ന് സീപോർട്ട് എയർപോർട്ട് വഴി കട്ട് ചെയ്ത് കയറണോ അത് പാലാരിവട്ടം ജംഗ്ഷനിൽ തിരിയണം? എനിക്കങ്ങനെ ഫെമിലിയർ അല്ല വഴിയൊന്നും. നിങ്ങൾ ഏത് വഴിയെങ്കിലും പോകൂ. ഓ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് സീപോർട്ട് എയർപോർട്ട് വഴി തന്നെ പിടിക്കാം. അപ്പോൾ ട്രാഫിക് ലേശം കുറയും. എടപ്പള്ളിയിൽ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. ദുരിതപ്പേറാ മാഡം. അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി മുകളിൽ കൂടെ ഓടി തുടങ്ങിയാൽ തന്നെ എന്താവെന്ന് കണ്ടറിയാം. മാഡം, ഈ കാറിൽ പോയി ശീലമുള്ളവർ കാറിലല്ലേ പോവും. ഇപ്പം മാഡം തന്നെ എടപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് കയറി കലൂരിൽ ഇറങ്ങി നോക്കി പോകേണ്ടത് കടവന്ത്രയ്ക്ക്. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോ ഓടിക്കും? ഇല്ല. അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് കാറിൽ തന്നെ പോകും. പിന്നെ ആലുവേന്ന് MG റോഡിലോട്ട് വന്നവർക്ക് കൊള്ളാം, ചടയെന്നെത്തും. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വേണ്ടത് 3-4 ഫ്ലൈ ഓവറുകളാണ് മാഡം. ഒന്ന് വൈറ്റിലയിൽ, ഒന്ന് എടപ്പള്ളിയിൽ, പിന്നെ പാലാരിവട്ടം. വേണേ കുണ്ടന്നൂർ. പ്രൊഫസർ തോമസ് റോഡ്, വാഴക്കാല, കാക്കനാട്. അതാണ് അഡ്രസ്. ഓ വാഴക്കാല. ഓക്കെ ഓക്കെ. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് തന്നെ പിടിക്കാം. ട്രാഫിക്കിൽ ലേശം കുറയും. മാഡം, ഈ ഫ്ലൈ ഓവർ കാണണമെങ്കിൽ ഞാൻ ഇവിടെ ചെന്നൈക്ക് ഒന്ന് പോയി കേട്ടോ. ഈ ഫ്ലൈ ഓവർ കാണണമെങ്കിൽ ചെന്നൈ തന്നെ പോകണം മാഡം. പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കാമോ? ഓ ഓക്കെ. സോറി മാഡം. ഫാൻസി നമ്പർ വേണം സാറേ. പറഞ്ഞോ കിട്ടും. വേണ്ടി വരില്ല. എത്ര? സാർ ഇപ്പൊ ദുബായിൽ നിന്ന് ഇവിടെ 4-5 ദിവസമുണ്ട്. ദുബായ് നമ്പർ വെച്ച് സാറിന് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു മൊബൈൽ നമ്പർ വേണം. അതിനുവേണ്ടി ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നടക്കണ വഴി നോക്കണം. ആ നിന്റെ പേരും നമ്പറും ഒക്കെ ഒന്ന് കുറിച്ച് തന്നേക്കണേ, ആവശ്യം വരും. ഡോൺ വറി. ജയന്തി വരൂ. ലീനയും പിള്ളേരൊന്നും ഇല്ലേ? ഇല്ല, അവര് നാട്ടിലാ. ജയന്തി ഇരിക്കെ. എയർപോർട്ടിൽ ഇറങ്ങിയത് തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. സുധീറിനെ കിട്ടിയതേയില്ല. ഫോൺ സൈലന്റിലാണെന്ന് തോന്നുന്നു. രമേശ് എവിടെയാ? എനി ന്യൂസ്? എന്തേ?
ജയന്തിക്ക് അറിയില്ല? അറിയണമെങ്കിൽ ഒന്നുകിൽ ഫോണിൽ കിട്ടണം. ഞാൻ 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാ. കാലിക്കറ്റ് എയർപോർട്ടിൽ വിളിച്ചു. 2 ദിവസമായി ഓഫീസിൽ വന്നിട്ട് അവർക്ക് മറ്റൊന്നും അറിയില്ല. 2 ദിവസം? ആ 2 ദിവസം മുമ്പാണ് ഇവിടേക്ക് വന്നത്. എന്നിട്ട് എങ്ങോട്ട് പോയി അറിയില്ല. മുംബൈക്ക് പോകുന്നാണ് എന്നോട് പറഞ്ഞത്. അവിടേക്ക് വന്നില്ലല്ലേ? ഇല്ല സുധീർ, പെട്ടെന്ന് ഇങ്ങനെ മിസ്സാവുമ്പോ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിലല്ലേ റെഗുലർ കോണ്ടാക്ട്സ് ഉള്ളത്? അതാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഇനി അമ്മയുടെ അടുത്ത്? ഹേയ് ഇല്ല, അമ്മയുടെ അടുത്ത് പോയിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അവൻ്റെ ഒരു പുതിയ മൊബൈൽ നമ്പർ ഉണ്ട്. 2 ദിവസം മുമ്പ് കാണുന്നതിന് മുമ്പ് എന്നെ അതിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ അതിലൊന്ന് ട്രൈ ചെയ്യാം. എന്തിനാ ഇങ്ങനെ ഒരു ഒളിച്ചു കളി? പയറും പനീറും രുചികരമായ ക്രിസ്മസ് വിഭവങ്ങൾ. ഹലോ, ആരാ? ഞാനിവിടെ കൊച്ചിയിലെ ഓട്ടത്തില്. ആരാ ഇത്? എടാ, ഫോൺ വിളിക്കുമ്പോൾ ഉദ്ദേശിച്ച ആളിനെയാണോ കിട്ടിയത് എന്ന് നോക്കണം. അതിന് മുമ്പേ ഡയലോഗ് തുടങ്ങരുത് കേട്ടാ. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ആ നമ്പർ എനിക്കും തരൂ. തരാം. എത്ര ദിവസമുണ്ട് കൊച്ചിയിൽ? ഞാൻ കൊച്ചി കാണാൻ വന്നതല്ല, എന്റെ മിസ്സിംഗ് ഹസ്ബൻഡിനെ തേടി ഇറങ്ങിയതാ. ആളെ കണ്ടിട്ടേ പോകുന്ന കാര്യം ഡിസൈഡ് ചെയ്യും. മാഡം, മാഡം, ഞാൻ വെയിറ്റ് ചെയ്യണം. ഇന്ന് ഈവനിങ് വരെ എനിക്ക് വണ്ടി ആവശ്യമുണ്ട്. ഓക്കെ.